ആലപ്പുഴ ജില്ലയിൽ എടത്വ ചക്കുളത്തുകാവിനടുത്തുള്ള തലവടി എന്ന സ്ഥലത്തുള്ള അലക്സ് മാത്യൂസ് ആണ് മത്സ്യമേഖലയിലെ മികച്ച സ്റ്റാർട്ടപ്പിനുള്ള ഈ വർഷത്തെ സംസ്ഥാന അവാർഡ് ജേതാവ്. ഇന്നത്തെ പരിപാടിയിൽ ശ്രീ അലക്സ് മാത്യൂസും അദ്ദേഹത്തോടൊപ്പം ശ്രീമതി സുജ സ്റ്റീഫൻ അലക്സുമാണ് നമ്മോടൊപ്പം ചേരുന്നത്. അവരോട് സംസാരിക്കുന്നത് ഷിബു ജോർജ്. പരിപാടിയിലേക്ക് സ്വാഗതം. താങ്ക് യു സർ. അലക്സ് ജി, താങ്കളുടെ ഈ ഒരു സ്ഥാപനത്തിന് ഫിഷറി സെക്ടറിൽ ബെസ്റ്റ് സ്റ്റാർട്ടപ്പിൻ്റെ സംസ്ഥാന അവാർഡ് ഈ വർഷത്തെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടല്ലോ. ഈ സ്റ്റാർട്ടപ്പിനെ കുറിച്ചൊന്ന് പറയാമോ? എന്തുവാണ് ഈ സ്റ്റാർട്ടപ്പ്? ആക്ച്വലി ഇത് സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള ആശയം വന്നത് ഞങ്ങളുടെ ഒരു 4.5 വയസ്സുള്ള കൊച്ചുണ്ട്. അതിന് ഞങ്ങൾ മീൻ കൊടുക്കുമ്പോൾ ഈ മുള്ള പ്രോബ്ലം ഉണ്ട്. അങ്ങനെ അതിനെ നമ്മൾ ഫിലെ ആക്കി കൊടുക്കാൻ തുടങ്ങി. ഞങ്ങൾ ഫാം ചെയ്തോണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ വൈഫിനെയും എൻ്റെ ആശയം വന്നു ഇതുപോലത്തെ എന്താ കൊണ്ട് ബാക്കി പിള്ളേർക്ക് ഇങ്ങനെ ഈ ഹെൽത്തി ഫുഡ്, കാരണം ഞങ്ങളുടെ ഫുഡിൽ ഞങ്ങൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുമായിരുന്നു. ആൻറ്റിബയോട്ടിക് ഇല്ല, പ്രിസർവേറ്റീവ് ഇല്ല, MSG ഇല്ല, ടേസ്റ്റ് എൻഹാൻസർ, പക്ക നോർമൽ ഓർഗാനിക് ഫുഡ് ആയിരിക്കണം, ഹെൽത്തി ഫുഡ് ആയിരിക്കണം. ആ കൺസെപ്റ്റിലെ വന്നപ്പം അങ്ങനെ വൈഫ് ഇത് ആശയം പറഞ്ഞപ്പം അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ ഫിഷ് നമ്മൾ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ചീത്തയാവും, അങ്ങനെ പ്രോബ്ലം ഉണ്ട്. സോ ഷീ ടോൾ ലെറ്റ് മീ ഡു സം റിസർച്ച്. അപ്പോൾ പുള്ളിക്കത്തി റിസർച്ച് ബാക്ക്ഗ്രൗണ്ട് ആയിക്കൊണ്ട് ചെയ്ത് അങ്ങനെ ഞങ്ങൾ കുസാറ്റും CIFT അപ്രോച്ച് ചെയ്തു. അവരുടെ കുറെ ഉപദേശം എടുത്തിട്ട് ഞങ്ങൾ ഇതിനെ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റി. ഫിഷിനെ തന്നെ അതിന് പിന്നെ ഞങ്ങൾ ലോക്കൽ ഔട്ട്സോഴ്സ് ചെയ്യാൻ തുടങ്ങി. അത് പല ഫാമിലീസിന് നല്ല ഫീഡ്ബാക്ക് ആയിട്ട് കിട്ടി. ഇങ്ങനെ ഹെൽത്തി ഫുഡ് ആയപ്പോൾ ഒത്തിരി പേര് അത് കൊടുക്കാൻ തുടങ്ങി. കാരണം കിഡ്സിന്റെ കേസിൽ ആർക്കും റിസ്ക് എടുക്കാൻ വയ്യ. ഇതിന് മുള്ളില്ലാത്ത മീനായിട്ട് മാറ്റി. അതെ, ഞങ്ങൾ ഇതിനെ കുറച്ചുകൂടെ ചില മീന് ഫില്ലേ ആക്കിയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം കുറച്ച് സെക്ടർ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതിന് മാർക്കറ്റിൽ നിന്ന് ഒരേ ടൈപ്പ് മീനിന് പകരം വെറൈറ്റി വേണമെന്നുള്ളൊരു ആവശ്യം വന്നു. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് ഏതാണ്ട് 10 വെറൈറ്റിയോളം ഫിഷസ് ഉണ്ട്. അതിൽ കുറച്ച് ഫിലെ ഉണ്ട്, അല്ലാണ്ട് ഹോൾ ഫിഷസ് ഉണ്ട്, കട്ട് പീസസ് എല്ലാം ഉണ്ട്. തിലാപ്പിയ, അനബസ്, വളർത്തുവാള, ഉറാസാം വാള എന്ന് പറയുന്ന പങ്കേഷ്യസ് ഉണ്ട്, വരാൽ ഉണ്ട്, സീബാസ്, കായൽ കാളാഞ്ചി, മിൽക്ക് ഫിഷ്, അങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് പ്രോൺസും ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഇതെന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 25ഓളം ഫാമേഴ്സുമായിട്ട് ഞങ്ങൾക്ക് കൊളാബറേഷൻ ഉണ്ട്. കഴിഞ്ഞ വർഷം ഇന്നോവേറ്റീവ് ഫിഷ് ഫാർമർ എന്നുള്ള കാറ്റഗറിയിലായിരുന്നു ഞങ്ങൾക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അപ്പോൾ ഫിഷ് ഫാമിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതിപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കൊരു മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ ഒരാളുടെ ഫാം വെച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം അത് മീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നമ്മൾ ഒത്തിരി ലാൻഡ് എടുത്ത് നമ്മൾ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള കുറേ ഫാമേഴ്സ് ഉണ്ട്, അവരിൽ നിന്ന് നമ്മൾ ഫിഷ് പ്രൊക്യൂർ ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ താങ്കളുടെ അടുത്ത് ചോദിച്ചാൽ, നമ്മൾ കുറേ ഫാമേഴ്സിന് അടുത്ത് നിന്ന് ഇങ്ങനെ പ്രൊഡക്ട്സ് എടുക്കുമ്പം ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രധാന ഘടകമല്ലേ? അതെ അതെ അതെ. അതിന് ഞങ്ങൾ ക്രൈറ്റീരിയ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒൺലി പെല്ലറ്റ് ഫെഡ് ഉള്ള ഫിഷസ് ഞങ്ങൾ എടുക്കത്തേ ഉള്ളൂ, വേസ്റ്റ് കൊടുത്ത് ഫിഷ് എടുക്കത്തില്ല. അപ്പോൾ ഞങ്ങൾ ഫാമേഴ്സുമായിട്ട് പല ലെവലിലുള്ള ഇൻട്രാക്ഷൻസ് ചെയ്യുന്നുണ്ട്. അവരുടെ ഫാം ആദ്യം വിസിറ്റ് ചെയ്യും, അവർ പെല്ലറ്റ് തന്നെയാണ് കൊടുക്കുന്നതെന്നുള്ളത് നമ്മൾ പൂർണ്ണമായിട്ടും ഉറപ്പ് വരുത്തുന്നു. അതിനുശേഷം അവരിൽ നിന്ന് കുറച്ച് മീൻ ഞങ്ങൾ പ്രൊക്യൂർ ചെയ്യുന്നു. ഒരു സാമ്പിൾ എടുത്തിട്ട് ആ സാമ്പിൾ ഞങ്ങൾ കൺഫേം ചെയ്ത് വിവിധ വിധത്തിലുള്ള സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം ഞങ്ങൾ ആവശ്യത്തിന് ബാച്ച് ആയിട്ട് ഞങ്ങൾ പ്രൊക്യൂർ ചെയ്യുന്നത്. അപ്പോൾ പല ഫാമേഴ്സും ഒരു പരാതിയായിട്ട് പറയുന്നുണ്ട്, ഈ പെല്ലറ്റ് കൊടുക്കുമ്പോൾ അവർക്ക് ഫിഷിന്റെ ആ ഒരു മാർക്കറ്റിൽ വില കിട്ടത്തില്ല. അപ്പോൾ 1 കിലോ പെല്ലറ്റിന് 40 രൂപ തൊട്ട് 130 രൂപ വരെ വിലയുണ്ട്. അപ്പോൾ അത് കൊടുത്ത് വളർത്തുന്ന ഫിഷിന് മിനിമം ഒരു സെല്ലിംഗ് പ്രൈസ് കിട്ടിയില്ല എങ്കിൽ അവർക്കതൊരു ഹ്യൂജ് ലോസ് ആണ്. അപ്പം ഞങ്ങൾ അവർക്ക് ഉറപ്പ് വരുത്തുന്നത് നിങ്ങൾ ആവശ്യപ്പെടുന്ന വിധത്തിലുള്ള നല്ലൊരു റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ഞങ്ങൾ തരാമെന്നാണ് ഞങ്ങൾ ഒരു ഓഫർ കൊടുക്കുന്നത് അവർക്ക്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനത്തോട് പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഫിഷിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കാരണം സ്റ്റോപ്പ് ചെയ്ത ഒരു 3 ഫാമേഴ്സോളം ഞങ്ങളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് അവർ ഫിഷ് ഫാമിംഗ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു അഭിമാനകരമായ ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ ഇതിലൊരു ഇത് കൂടെ പറയുവാണ്, ഫിഷ് നമുക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും വളർത്താം. ഈ ഫിഷിന്റെ പൗൾട്രി വേസ്റ്റ് കൊടുത്ത് വളർത്തുന്നുണ്ട്. ഈ പൗൾട്രി വേസ്റ്റിന്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ അതിൽ അതിന്റെ കുടലുണ്ട്, ഫെദറുണ്ട്, കാല് എല്ലാം കൂടെ അങ്ങ് ഡംപ് ചെയ്യുവാണ്. അപ്പൊ ഈ ഫെദർ അടങ്ങിയിരിക്കുന്ന മീൽസില് ഈ ഹെവി മെറ്റൽസ് ഉണ്ട്. അപ്പൊ അത് കണ്ടിന്യൂസ് ആകുമ്പോൾ ഈ ഫിഷിന്റെ ബോഡിയിൽ അത് അക്യൂമുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫിഷിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. ബിക്കോസ് 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സും ഈ ഫിഷിന്റെ പ്രോട്ടീൻ പ്രൊഫൈലിലുണ്ട്. എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിക്ക് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതെ ആഹാരത്തിൽ കൂടി മാത്രം കിട്ടുന്നത് അമിനോ ആസിഡ്സ് ആണ് എസെൻഷ്യൽ
അമിനോ ആസിഡ്. ആ എസെൻഷ്യൽ അമിനോ ആസിഡ് പ്രൊഫൈൽ അതിനൊരു ബോഡിയിൽ കറക്റ്റായിട്ട് ഉണ്ടാകണമെങ്കിൽ അതിനൊരു ബാലൻസ്ഡ് ഡയറ്റ് വേണം. അപ്പോൾ ഈ ഫിഷ് പൗൾട്രി വേസ്റ്റ് തിന്ന് വളരുമ്പോൾ ഈ അമിനോ ആസിഡിന്റെ ഒരു ഇംബാലൻസ് അവിടെ വരുന്നുണ്ട്. അപ്പം നമ്മൾക്ക് അതിനാവശ്യമായിട്ടുള്ള ഒരു ന്യൂട്രിയൻ കിട്ടുന്നില്ല. പിന്നെ പ്രോട്ടീൻ മാത്രമല്ല നമ്മൾ ഫിഷിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ്സ് നമ്മൾ ഫിഷിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടതുണ്ട്. നമുക്കറിയാം ഫിഷ് ഓയിൽ എന്ന് പറയുന്നത് omega-3 ഫാറ്റി ആസിഡ്, EPA അങ്ങനെയുള്ള ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അത് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് നമ്മുടെ ബോഡിയുടെ നോർമലായിട്ടുള്ള ഫംഗ്ഷന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഈ പൗൾട്രി വേസ്റ്റിൽ നിന്ന് കിട്ടുന്നത് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ് ആണ്. അത് സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡീസിൽ പ്രൂവൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് വരുമ്പോൾ നമ്മൾക്ക് മീനിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഗുണം കിട്ടുന്നില്ല. നമ്മൾ കഴിക്കുന്നു, പക്ഷെ അതിന്റെ ഒരു എക്സാക്ട് ഗുണം അറിയാണ്ടാണ് കഴിക്കുന്നത്. നമ്മള് മീനിന് തന്നെ അങ്ങനത്തെ ഉള്ള ബാലൻസ് ഫീഡ് അല്ലെങ്കിൽ ആഹാരം കൊടുക്കുമ്പോൾ തന്നെയാണ് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ളത് മീൻ തന്നെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ പങ്കേഷ്യസ് ഓർ അസംവാള എന്ന് പറയുന്നത് കേരളത്തിലുള്ള ഒരുവിധപ്പെട്ട എല്ലാവരുടെയും തെറ്റിദ്ധാരണയാണ് അത് ടേസ്റ്റ് ഇല്ലാത്തൊരു മീനാണ് എന്നുള്ളത്. പക്ഷെ ടു ബി ഫ്രാങ്ക് ഉള്ള കാര്യം പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ കടലിൽ ഏറ്റവും കൂടുതൽ omega-3 ഫാറ്റി ആസിഡ് ഉള്ളത് മത്തിയിലാണ്. അതുകൊണ്ട് തന്നെ മത്തി എന്ന് പറയുമ്പോൾ കേരളീയരുടെ ഒരു പ്രധാന ഒരു മീനാണ്. അതേ വിധത്തിൽ നമ്മുടെ ഒരു റിവർ ഫിഷസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ വളർത്തു മത്സ്യം എടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടും കിട്ടുന്ന ഒരു മത്സ്യം എന്ന് പറയുന്നത് വളർത്തുവാള ഓർ പങ്കേഷ്യസ് അല്ലെങ്കിൽ അസാം വാള എന്ന് പറയുന്ന മീനാണ്. പക്ഷേ അതിൻ്റെതായിട്ടുള്ള ഒരു omega-3 ഫാറ്റി ആസിഡ് ഉണ്ടാകണമെങ്കിൽ അതിനൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് കൊടുത്ത് വളർത്തുന്നതായിരിക്കണം, അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് വളർന്നു വരുന്നതായിരിക്കണം. ഈ പൗൾട്രി വേസ്റ്റ് കൊടുത്തുന്ന മീൻ പ്രോപ്പർ ആയിട്ട് കുക്ക് ചെയ്യാണ്ട് കഴിക്കുകയാണെങ്കിൽ ആ ഒരു പാരസൈറ്റിക് ഇൻഫെക്ഷനും കൂടെ നമുക്ക് വരുന്നുണ്ട്. അതൊക്കെ ജനങ്ങൾ അറിയാതെ പോകുന്ന കാര്യമാണ്. ഒരു ക്വാളിറ്റി പ്രൊഡക്ഷൻ നമുക്ക് ഒരു പ്രധാനമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ എത്ര മത്സ്യ കർഷകരാണ് ഇങ്ങനെ നിങ്ങളോടൊപ്പം? 25. പക്ഷേ ഞങ്ങളത് ഇൻക്രീസ് ചെയ്ത് ആരൊക്കെ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട് അവരായിട്ട് ഞങ്ങൾ കൊളാബറേറ്റ് ചെയ്തിട്ട്. അപ്പൊ ഇതൊരു നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി അപ്രോച്ചും ആണ്, ഒരു നല്ലൊരു കാര്യം തന്നെ. അതിന്റെ ഉപരി ഞങ്ങൾ ഒരു കൺസെപ്റ്റ് ഇത് അവയർനെസ് കൊടുക്കുക സാറേ. കാരണം ഇപ്പൊ അവയർനെസ് ഇല്ലാത്ത ഒത്തിരി ആൾക്കാർ നമ്മൾ ഇതിലെ മാറും. ഇപ്പൊ ഈ മീൻ തന്നെ ഒത്തിരി പേര് കോമൺ സ്റ്റേപ്പിൾ ഫുഡായിട്ട് യൂസ് ചെയ്യുമ്പോൾ 40 വയസ്സ് കഴിഞ്ഞ് ആ സമയമായിരിക്കും നമുക്ക് ഓരോ അസുഖമായിട്ട് ഇത് തിരിച്ച് ബാധിക്കുക. അപ്പം ഈ വളർത്തുവാള തന്നെ വേസ്റ്റ് കൊടുത്ത് വളർത്തുന്നവരുടെ നിന്ന് ഹോൾസെയിൽ ആയിട്ട് പോകുന്നത് 60 രൂപയ്ക്കാണ്, വെറും 60 രൂപ. അതേസമയം ഒരു പെല്ലറ്റ് കൊടുത്ത് വളർത്തുന്ന ഒരാളിന്റെ കയ്യിൽ നിന്ന് 150 മേളിലാണ് ഞങ്ങൾ പ്രൊക്യൂർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് അതിൽ വളരെ. നമ്മുടെ കൺസ്യൂമേഴ്സും ക്വാളിറ്റി കോൺഷ്യസ് ആണ്, ആൾക്കാർക്ക് ഇതിനെ കുറിച്ച് അറിയാം. അപ്പൊ വിലയുണ്ടെങ്കിലും വാങ്ങിക്കാനുള്ള ആൾക്കാരുണ്ട്. അതെ അതെ അതെ. ഇതെങ്ങനെയാണ് നിങ്ങൾ ഈ പ്രോസസ് ചെയ്യുന്നത്? അത് സാർ ഞങ്ങൾ ഇപ്പം ഫ്രോസൺ ആക്കിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ട്, ഫ്രോസൺ പറയുമ്പോൾ ഫ്രഷ് അല്ല. പക്ഷെ അത് ആക്ച്വലി നല്ല ഫ്രഷ് തന്നെയാ. ഡീപ് സീ ഫിഷസ് ആയിട്ടുള്ള ട്യൂണയാണെങ്കിലും നമ്മുടെ നെയ്മീൻ പോലെയുള്ള മീന് നമുക്ക് ഒരിക്കലും കരയ്ക്കടുത്തൊന്നും കിട്ടത്തില്ല. അത് കംപ്ലീറ്റ്ലി നമ്മൾക്ക് ഡീപ് സീയിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ അത് ഡെയിലി പോയി വരുന്ന കാര്യമല്ല, ആഴ്ചകളോ മന്തോ എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അത് പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഫ്രീസ് ചെയ്ത് തന്നെ ആയിരിക്കും അത് സൂക്ഷിക്കുന്നത്. ഇപ്പം ഒത്തിരി അഡ്വർടൈസ്മെന്റ് വരുന്നുണ്ട് ഞങ്ങളുടെ പ്രോഡക്റ്റ് ഒരിക്കലും ഫ്രോസൺ അല്ല എന്നുള്ളത്. അതെന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ പരത്തുന്നതാണ്. ഏറ്റവും നിസ്സാരമായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഡെയിലി കാണുന്നൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ പാല് നമ്മൾ വാങ്ങി വെളിയിൽ വെച്ച് ചൂടാക്കി പാല് നമ്മൾ കുടിക്കുന്നു, ഹെൽത്തിയാണ്. ആ പാല് നമ്മൾ വെളിയിൽ തന്നെ വെച്ചിരിക്കുകയാണെങ്കിൽ വൈകുന്നേരത്തോടുകൂടി കേടാകും. അപ്പം നമ്മളത് പ്രിസർവ് ചെയ്യാൻ വേണ്ടി ചിൽ ചെയ്ത് വെക്കുന്നുണ്ട്, ഫ്രിഡ്ജിലേക്ക് നമ്മൾ എടുത്ത് വെക്കുന്നുണ്ട്. അത് നമുക്ക് ഒരു ദിവസത്തെ ഷെൽഫ് ലൈഫ് കിട്ടുന്നുണ്ട്. ഇനി ഞാൻ സ്ഥിരം വീട്ടിൽ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ കുറച്ച് പാല് ബാക്കി വരുന്നുണ്ടെങ്കിൽ അത് ഞാൻ നേരെ ഫ്രീസറിൽ വെക്കുന്നു. ഒരു കുറച്ച് വോളിയം ആകുമ്പോഴേക്കും അത് പനീർ അല്ലെങ്കിൽ കോട്ടേജ് ചീസായിട്ട് ഞാൻ ഒരുമിച്ച് ചൂടാക്കി എടുക്കുന്നു. ഇത് എല്ലാ വീടുകളിലും ചെയ്യുന്നൊരു കാര്യമാണ്. ഈ പാലിന്റെ മേളിലുള്ള പാട നമ്മളെടുത്ത് കുറച്ച് കളക്ട് ചെയ്ത് അതെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഫ്രീസറിലാണ്. ആ ഫ്രീസറിൽ വെച്ചിട്ട് നമ്മളത് നമ്മുടെ റിക്വയർഡ് ക്വാണ്ടിറ്റി ആകുമ്പോൾ ബട്ടറായിട്ടോ നെയ്യായിട്ടോ മാറ്റിയെടുക്കുന്നുണ്ട്. അവിടെ നമ്മുടെ അമ്മമാരും അല്ലെങ്കിൽ ആരാണോ അടുക്കള ഹാൻഡിൽ ചെയ്യുന്നത് അവർ പറയുന്നത് ഞങ്ങൾ ഒരിക്കലും ചിൽ ചെയ്തേ ഉപയോഗിക്കുകയുള്ളൂ, ഫ്രോസൺ ബാഡ് ആണെന്ന് അവിടെ പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് തന്നെ അറിയാം ഈ ഒരു പ്രോസസ്സാണ്. ഫ്രോസൺ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ബാക്ടീരിയൽ ഗ്രോത്തിനെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. പല തരത്തിലുള്ള ബാക്ടീരിയാസ് ഉണ്ട്, ഹെൽത്തി ആയിട്ടുള്ളതും ഹെൽത്തി അല്ലാത്തതുമായിട്ടുള്ള ബാക്ടീരിയ ഉണ്ട്. അപ്പോൾ ഒരു നമ്മുടെ ചിൽഡ് സമയത്തും കുറെ സൈക്രോട്രോപിക് ബാക്ടീരിയാസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. സ്യൂഡോമോണസ്, ഷവാനല്ല തുടങ്ങിയ ബാക്ടീരിയാസ് ഉണ്ട്. അപ്പോൾ ഇത് ഈ 4 ഡിഗ്രി ചിൽഡ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ചിൽഡ് ഫിഷ് ആണെങ്കിലും പൗൾട്രി ആണെങ്കിലും ഒരു 4 ഡിഗ്രി 0 to 4 ഡിഗ്രിയാണ് പറയുന്നത്. ആ ഇതിൽ ഈ ബാക്ടീരിയയുടെ ആക്ഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബാക്ടീരിയയുടെ ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫിഷ് കാണുമ്പോൾ അത് ഫേം ആണ് എന്നൊക്കെ തോന്നും. പക്ഷേ അവിടെ ഇൻസൈഡ്
പിന്നീട് അതിൻ്റെ ഒരു റിയാക്ഷൻ്റെ ഫലമായിട്ട് നമ്മുടെ എസെൻഷ്യൽ അമിനോ ആസിഡിൻ്റെ ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചില അമിനോ ആസിഡ് കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോകുന്നുണ്ട്, ഡീക്കേ ആകുന്നുണ്ട്, അങ്ങനെയുള്ള ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ ചിൽഡ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഇന്ന് രാവിലെ കിട്ടിയൊരു മീൻ വൈകുന്നേരം വരെ ഈ ഒരു ചിൽഡ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലൊക്കെയാണ്. പക്ഷേ ഫാമേഴ്സിൽ നിന്ന് നമ്മളൊരു എൻഡ് കസ്റ്റമറിൽ എത്തിക്കാൻ വേണ്ടി ഏറ്റവും ഹെൽത്തി മെത്തേഡ് എന്ന് പറയുന്നത് ഫ്രോസൺ ആണ്. കാര്യം ഈ ഫ്രോസൺ -18 ഡിഗ്രിക്ക് മേളിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. അവിടെ ഈ ഒരു ബാക്ടീരിയൽ എൻസൈമോ ബാക്ടീരിയൽ ആക്ഷനോ പ്രോട്ടിയോളിറ്റിക് എൻസൈം ആക്ഷനോ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഫ്രഷ്നെസ് അത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും പ്രിസർവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഫ്രോസൺ എന്ന് പറയുന്നത്. ഞങ്ങൾ അതിൻ്റെ കൂടെ വാക്യൂം കൂടെ ചെയ്യുന്നുണ്ട്. ഫ്രോസ് ബേൺ. അപ്പോൾ ഞങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ഒരു ഫ്രോസൺ ടേസ്റ്റ് നമുക്ക് ഉണ്ടാകില്ല. കാര്യം നമ്മൾ പോസ്റ്റ് ഹാർവെസ്റ്റിംഗ് പ്രോസസ്സിൽ ഞങ്ങൾ അതുപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. ഫാമേഴ്സിൻ്റെ നിന്ന് എടുക്കുന്നു, മാക്സിമം ലൈവായിട്ട് തന്നെ ഞങ്ങളുടെ സൈറ്റിൽ എത്തിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിനെ ഓരോ സ്റ്റേജിലും അതിൻ്റെതായിട്ടുള്ളൊരു കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്ത് നേരെ വാക്യൂം പാക്ക് ചെയ്ത് -18 നേരെ കീപ്പ് ചെയ്യുകയാണ്. അപ്പം പെട്ടെന്ന് തന്നെ അതൊരു ഫ്രീസായി കിട്ടുന്നുണ്ട്. പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള സ്പൈസസ്, മസാല, സോൾട്ട് എല്ലാം ചേർത്താണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോക്കലായിട്ടുള്ള കുറച്ച് മില്ലുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് അവർ മസാല കഴുകി പൊടിച്ച് തരുന്നുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ ഒരു കോംപ്രമൈസും ചെയ്യാൻ തയ്യാറല്ല. കണ്ടെയ്ൻ ആഡഡ് പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞ് പലതും പറയുന്നുണ്ട്. ആഡഡ് പ്രിസർവേറ്റീവ് സയന്റിഫിക്കലി ഒരു പരിധിവരെ ഓക്കെയാണ്, പക്ഷെ ഞങ്ങൾ അതും ചെയ്യുന്നില്ല. ബിക്കോസ് ഈ പ്രിസർവേറ്റീവ് വരുമ്പോൾ ഒരു ലോങ് ടേം യൂസ് വരുമ്പോൾ അത് ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്തിട്ട് കുറേ ഇഷ്യൂസ്, ഹോർമോൺ ഇംബാലൻസ് മുതൽ ക്യാൻസർ വരെയുള്ളത് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രിസർവേഷൻ ആണ് ഇതിൽ കൂടുതൽ. മാർക്കറ്റിംഗിന് പ്രശ്നം വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഫ്രോസൺ ആണ്, വാക്യൂം ഇത് ചെയ്തിട്ട് ഫ്രീസ് ചെയ്തിട്ടാണ് നിങ്ങൾ പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ കോൾഡ് ചെയിൻ നമ്മൾ മാർക്കറ്റ് വരെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കോൾഡ് ചെയിൻ മാർക്കറ്റ് എത്തുന്നത് വരെ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ ഞങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഞങ്ങളുടെ കുഞ്ഞിന് എന്താണ് കൊടുക്കുന്നത് ആ ക്വാളിറ്റി ഞങ്ങൾക്ക് എൻ്റെ കസ്റ്റമറിന് കിട്ടിയിരിക്കണം. ഇതിന്റെ മാർക്കറ്റിംഗ് എങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്? ഞങ്ങൾ സൂപ്പർ മാർക്കറ്റുകളിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഡൽഹി വരെ എത്തിയിട്ടുണ്ട്. ഡൽഹി വരെയൊക്കെ ട്രാൻസ്പോർട്ടേഷൻ എയർ കാർഗോ അതിനൊക്കെ പ്രശ്നമില്ല. അപ്പം ലോജിസ്റ്റിക് ഏജൻസീസും ഉണ്ട്, ഏജൻസീസ് ഉണ്ട്, അവരുമായിട്ട് ടൈപ്പാണ്. അപ്പോൾ ഞങ്ങളുടെ സൈറ്റിൽ നിന്ന് അവരെ കളക്ട് ചെയ്തിട്ട് നേരെ ഫ്ലൈറ്റിന് സമയമാകുമ്പോൾ കറക്റ്റ് അവിടെ എത്തും. വിതിൻ 2 hours ഡൽഹി എത്തും. അവിടെ അവരുടെ തന്നെ ലോജിസ്റ്റിക് ഉണ്ട്, നേരെ അവിടെ തന്നെ ഫ്രീസറിൽ അപ്പം തന്നെ. അപ്പോൾ ഈ കോൾഡ് ചെയിൻ അങ്ങും ബ്രേക്ക് ആണില്ല. നമ്മളൊരു ഓൺലൈൻ ബിസിനസ് ഒക്കെ ചെയ്യാൻ പോവുകയാണെങ്കിൽ കുറച്ച് പരിമിതി ഉണ്ടല്ലേ ഇതിന്? ഇല്ല, ഓൺലൈനിൽ വെയർ ഹൗസസ് ഉണ്ട്, അവരുടെ ഒരു കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വെയർ ഹൗസസ് ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് ഇതുമായിട്ട് ഞങ്ങൾ അധികം വൈകാതെ തന്നെ കൊളാബറേറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. നല്ല രീതിയിൽ തന്നെ കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏജൻസീസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്റ്റാർട്ടപ്പിന്റെ ഏറ്റവും നല്ലൊരു പ്രത്യേകത എന്ന് എനിക്ക് തോന്നിയത് ഈ ചർച്ചയിൽ നിന്ന്, ഒന്ന് നിങ്ങൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഫുൾ ക്വാളിറ്റി, ഓർഗാനിക് തന്നെ ആയിരിക്കണം, നല്ലതായിരിക്കണം. പ്ലസ് നമ്മൾ പറയാറുണ്ടല്ലോ ഒരു ഇൻഡസ്ട്രി വരുമ്പോൾ ആൻസിലറി ഇൻഡസ്ട്രീസ് വരും. അപ്പോൾ നിങ്ങളൊരു 25 മത്സ്യ കർഷകർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, അവരുടെ ഇന്ന് ബൈബാക്ക് ചെയ്യുന്നുണ്ട്, പ്ലസ് മസാല ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ഇൻഡസ്ട്രിയൽ ഇക്കോസിസ്റ്റം തന്നെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു, അതൊരു വലിയ കാര്യമാണല്ലേ? അല്ല, അതന്നെ അൾട്ടിമേറ്റ് ഉദ്ദേശമാണ്. കാരണം ഞാൻ ഒരിക്കലും മോണോപ്പൊളിയിലെ വിശ്വസിക്കത്തില്ല. വി ഷുഡ് ഗ്രോ ആസ് എ കമ്മ്യൂണിറ്റി. അതാവുമ്പോൾ അത് ബാലൻസ് മെയിൻറ്റെയിൻ ആയിരിക്കും. എല്ലാവർക്കും ജോബ്സ് ക്രിയേഷൻ ഉണ്ട്. പിന്നെ ഇപ്പം ഞാൻ തന്നെ ഒരു കർഷകർ തന്നെയാണ്. അപ്പോൾ എനിക്കിതിൻ്റെ ഒത്തിരി ഇതുപോലത്തെ പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ ഈ MSP കൺസെപ്റ്റിലേ വന്നു. കാരണം ഞങ്ങൾ വരെ ചില സമയം എല്ലാം ഉണ്ടാക്കി വരുമ്പോൾ അപ്പോൾ ലാസ്റ്റ് വരും, സാറേ 60 രൂപ തരാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ തരത്തില്ല, നമ്മൾ ഫോഴ്സ് ആവും. സോ ആ പ്രശ്നം നമുക്ക് മനസ്സിലാവും. സോ ദാറ്റ്സ് വൈ വി മെയ്ഡ് അപ്പോൾ ഈ 150 to 180 ബാസ പറയുമ്പോൾ നോർമൽ ഞങ്ങളുടെ അവിടുത്തെ സിനാരിയോ പറയാം 70 rupees to 80 rupees per kg ഫാമേഴ്സിന്റെ കയ്യിൽ ഇവർ പ്രൊക്യൂർ ചെയ്യുന്നത്. അതേ ബാസ പെലറ്റ് ഫെഡ് ആണെങ്കിൽ ഞാൻ പറയുന്നത് 150 to 180 rupees per kg ഞാൻ എടുത്തോളാം. ഓക്കെ, നല്ലൊരു സപ്പോർട്ട് തന്നെയാണ് ഇത്. അപ്പോൾ ഇതിൽ ഇനിയും ഫ്യൂച്ചർ നിങ്ങളുടെ ഡെവലപ്മെന്റ് എന്തുവാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പിനുള്ള അവാർഡൊക്കെ കിട്ടി, അത് ഒരു പ്രചോദനമാണല്ലോ. അതെ, തീർച്ചയായിട്ടും അതിൽ പ്രചോദനം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഇപ്പോൾ കുറച്ച് വെറൈറ്റീസ് ആണ് ഉള്ളത്. കുറച്ച് കൂടുതൽ വെറൈറ്റീസ് പ്രൊക്യൂർ ചെയ്യാനുണ്ട്. കുറച്ച് പാൻ കേരള, പാൻ ഇന്ത്യ ഉള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ട്. അതിനൊപ്പം തന്നെ ഇതിൻ്റെ ഒരു വേസ്റ്റ് ഉണ്ട് ഈ ഒരു ഫിഷിൻ്റേത് വരുമ്പോൾ. പക്ഷേ ആക്ച്വലി ഇതൊരു ഒരിക്കലും ഒരു വേസ്റ്റ് അല്ല. ഇപ്പോൾ കൊളാജൻ ആണെങ്കിൽ അതിൻ്റെ ഫിഷിൻ്റെ ഒരു സ്കെയിലും എടുക്കുകയാണെങ്കിൽ കൊളാജൻ മുതലായ കാര്യങ്ങൾ ന്യൂട്രാസ്യൂട്ടിക്കലിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ആൻറ്റി ഏജിങ് ക്രീമായിട്ടും ആൻറ്റി ഏജിങ് പിൽസ് ആയിട്ട്, അതുപോലെ വൂണ്ട് ഹീലിങ്ങിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, അതെല്ലാമായിട്ട് ഈ ഫിഷിൻ്റെ സ്കിന്നും സ്കെയിൽസ്, അതുപോലെ കാൽഷ്യം സോഴ്സ് ആയിട്ട് ഇതിൻ്റെ ബോൺ എല്ലാം പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വേസ്റ്റിനെ വെൽത്ത് ആയിട്ട് കൂടെ കൺവേർട്ട് ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അതാകുമ്പോൾ നമ്മൾ
നമ്മുടെ പ്രോഡക്റ്റ് കുറച്ചുകൂടെ എക്കണോമിക്കലായിട്ട് നമുക്ക് ജനങ്ങളുടെ അടുത്തേക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും. ബിക്കോസ് ആ ഒരു വേസ്റ്റ് കംപ്ലീറ്റ് ഒരു വെൽത്ത് ആയിട്ട് മാറുകയാണ്. നിങ്ങൾ ഇപ്പം ചെയ്യുന്ന എത്ര ടാങ്ക്സ് ഉണ്ട്? നിങ്ങൾ ഞങ്ങൾക്ക് ബയോഫ്ലോക്കിൽ ഇപ്പോൾ ചെയ്യുന്നത് 60 മീറ്റർ ക്യൂബ് ടാങ്ക് ടോട്ടൽ കപ്പാസിറ്റി, അതായത് 4 ടാങ്ക് ആണുള്ളത്. അതിപ്പോഴും ബയോഫ്ലോക്ക് തന്നെ ചെയ്യുന്നുണ്ട്. മറ്റേ കർഷകർ നിങ്ങൾ സോഴ്സ് ചെയ്യുന്ന അവരും ബയോഫ്ലോക്ക് തന്നെയാണ്? അല്ല, അത് നാച്ചുറൽ പോണ്ട് ഉണ്ട്, ബ്രാക്കിഷ് വാട്ടർ ഉണ്ട്, പിന്നെ ബയോഫ്ലോക്ക് തന്നെയുള്ള ഫാമേഴ്സ് ഉണ്ട്. എല്ലാം ഒരു ഡൈവേഴ്സ് ആണ്. പക്ഷെ ഇതിൽ ഞങ്ങൾ ഒരു കാര്യം ഉറപ്പുവരുത്തുന്നത്, ഈ ആറ്റുമീനിനെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും ഒരു ചേറ് ചുവയായിട്ട് ഇതിനെ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ചേറ് ചുവ ഞങ്ങളുടെ ഫിഷിന് അല്പം പോലും ഇല്ല. അതുപോലെ ക്ലീൻ ആയിട്ടുള്ള ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ ക്വാളിറ്റി, ആ ഒരു കാര്യത്തിൽ നമ്മൾക്ക് കഴിക്കുമ്പോൾ ഒരു ആക്ച്വലി ഒരു ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു മീൽ തന്നെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു 100% ഗ്യാരണ്ടി. അപ്പോൾ ഈ ഒരു സ്ഥിതിയിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ടോട്ടലി ഒരു ഓർഗാനിക് ആയിട്ട് തന്നെ ഒരു നല്ല ക്വാളിറ്റി ഫിഷ് പ്രൊഡ്യൂസ് ചെയ്യുക. പ്ലസ് ഞാൻ ആദ്യം സൂചിപ്പിച്ച മാതിരി തന്നെ നിങ്ങൾ തന്നെയല്ല, കൂട്ടുള്ള ആൾക്കാരെയും കൂടെ സപ്പോർട്ട് ചെയ്ത് അവരെയും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നല്ലൊരു കാര്യം തന്നെയാണ്. സുജാ മേഡം ഇപ്പം പറഞ്ഞായിരുന്നു ഫിഷ് വേസ്റ്റിന് തന്നെ ഇനി അത് വെൽത്ത് ആക്കാനുള്ള ഒരു പ്രൊജക്ട്. അപ്പം നമ്മുടെ ആശംസകൾ ഇതിനുവേണ്ടി ഒരു നെക്സ്റ്റ് സ്റ്റാർട്ടപ്പ് അവാർഡ് നിങ്ങൾക്ക് കിട്ടട്ടെ ഉള്ളൊരു ആശംസയുണ്ട്. അപ്പോൾ ഇന്ന് അലക്സ് മാത്യു, സുജ സ്റ്റീഫൻ അലക്സ്, താങ്കൾ രണ്ടുപേരും പരിപാടിയിലേക്ക് വന്ന് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ സാധിച്ച് വളരെ നന്ദി. താങ്ക് യു സർ. 1966 മുതലുള്ള ഈ ആകാശവാണിയുടെ വയലും വീടും എന്നുള്ള ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ രണ്ടാമതാണ് വരുന്നത്. ഈ ഒരു അവസരം തന്ന ആകാശവാണിക്ക് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.